പുരുഷനെ സമയത്തോളം ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ അവൻ്റെ പ്രധാന അല്ലെങ്കിൽ പ്രൈമറി നീഡ്സ് എന്ന് പറയുന്നത് സെക്ഷൽ നീഡാണ്. നമ്മുടെ വ്യക്തിത്വം പോലെ തന്നെ അയാളുടെ ഇതിനെക്കുറിച്ചുള്ള അവബോധവും അയാളുടെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബിഹേവിയേഴ്സും ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ആക്ച്വലി ഒരു സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ഒരാളുടെ ലൈംഗികത എന്ന് പറയുന്നത്. അപ്പം അയാളുടെ ആ ജനങ്ങൾ വിചാരിക്കുന്ന ആ ഒരു പാർട്ട് മാത്രമല്ല. ഇപ്പോഴും ലൈംഗിക വിദ്യാഭ്യാസം നമ്മൾ സ്കൂൾ തലത്തിലോ കോളേജ് തലത്തിലോ ഈവൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ തലത്തിലോ പോലും ശരിയായ രീതിയിൽ നൽകുന്നില്ല. കേരളത്തിൽ ഇപ്പോൾ ഡിവോഴ്സുകൾ വളരെയധികം കൂടുന്നുണ്ട്. ലൈംഗികത അതിനകത്തൊരു വലിയ പ്രശ്നമായി വരുന്നുണ്ടോ? ഉറപ്പായിട്ടും ഈ ഡൈവേഴ്സ് കാരണങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് ഇല്ലാതാകുന്നതിനുള്ള ഒരു മുഖ്യ കാരണം അവർ തമ്മിലുള്ള ആ ഒരു സെക്ഷൽ ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. നമ്മുടെ ഓരോ അവയവങ്ങൾക്ക്, നമ്മുടെ മൂക്കിനാണെങ്കിൽ മൂക്കെന്ന് പറഞ്ഞു കൊടുക്കും, ചെവിക്കാണെങ്കിൽ ചെവി, കണ്ണിന് കണ്ണ്. പക്ഷേ ലൈംഗിക അവയവങ്ങൾക്ക് പലരും പല പേരുകളാണ്. അത് മാത്രമല്ല, അതെന്തോ ഒരു വളരെ മോശമായിട്ടുള്ള ഭാഗമാണ്, അത് തൊടാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ ഈ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ കുട്ടികൾ അത് കൺഫ്യൂസ്ഡ് ആകും. ആ പ്രായം പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്ന ആ ഒരു സമയത്ത് മെൻസസിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും നമ്മൾ സ്ത്രീകൾ മാത്രമല്ല, ഈ പറഞ്ഞ ആൺകുട്ടികൾക്കും അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ആ ഒരു കുട്ടിയാകുമ്പോഴത്തേക്കും വെളിയിൽ നിന്ന് നോക്കുന്ന ജനം ഇവരുടെ ലൈംഗിക ജീവിതം നല്ല രീതിയിലാണ് നയിക്കുക. ഈ പറഞ്ഞ സ്ത്രീകൾക്ക് ഇങ്ങനൊരു സുഖം എങ്ങനെ ലഭിക്കും, എന്താണ് അസുഖം എന്ന് അറിയുന്നതിന് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ. പല അമ്മമാരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ പറഞ്ഞ ഞാൻ ഇങ്ങനെ കണ്ടു എൻ്റെ മോൻ ഇങ്ങനെ ചെയ്യുന്ന, സോ അത് എനിക്ക് വളരെയധികം പ്രയാസമുണ്ടായി. ഇന്ന കാര്യങ്ങളാണ് എനിക്ക് ഈ പറഞ്ഞ ഈ ഒരു മറ്റൊരാളുമായിട്ടുള്ള ഈ പറഞ്ഞ ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ ചെയ്യാനുള്ള ഇൻട്രസ്റ്റുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള ആ താല്പര്യത്തിന് കൂടാതെ ഈ പറഞ്ഞ ഫോഴ്സ് ചെയ്ത് മറ്റൊരു കാര്യം ചെയ്യിപ്പിക്കുന്നത് ഏകദേശം നമ്മുടെ ഇപ്പെന്നുള്ള തലത്തിലേക്ക് തന്നെ മാറുന്ന ഒരു ഇതാണ്. ഇതിങ്ങനെയുള്ള പല കാര്യങ്ങളും കൂടെ ചേരുമ്പോഴാണ് അത് ശരിയായ രീതിയിൽ കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിലേക്ക് എത്തുക. ഡോക്ടർ ചക്രവർത്തി സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. സാറിന് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കേരളത്തിൽ എൻ്റെ അറിവിൽ ഒരേ ഒരു സെക്ഷോളജിസ്റ്റ് ആണ് താങ്കൾ. സെക്സ് എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൽ പോലും സെക്സ് എന്ന് പറയുമ്പോൾ എന്തോ പൊതിഞ്ഞ് രഹസ്യമായി ചെയ്യേണ്ട ഒരു കാര്യം പോലെ നിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ ഇത്രയും നമ്മളിത് അറിയണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അറിയണം, അല്ലെങ്കിൽ ഈ ഒരു തരത്തിലൊരു ഡോക്ടർ ഉണ്ട് എന്നുള്ളത് തന്നെ എനിക്ക് അത്ഭുതപ്പെടുത്തിയിരുന്നു. സാറിൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് അങ്ങനെ തന്നെയാണോ? ഈ സെക്സോളജിസ്റ്റ് ഇന്ന് ഈ നിലനിൽക്കുന്ന ഒരു ഇതിൽ ഇങ്ങനെ തന്നെയാണോ സമൂഹം? അതെ, ഈ പറഞ്ഞ സാഹചര്യത്തിൽ സെക്ഷൽ മെഡിസിൻ എന്ന് പറയുന്ന ഈ ഒരു ബ്രാഞ്ച് ഇപ്പോഴും ഒരു ഡെവലപ്പിംഗ് കണ്ടീഷനിലാണുള്ളത്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ ശരണ്യ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഈ ഒരു ശാഖയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഉണ്ടായ എൻ്റെ കൊളീഗ്സ് ഉൾപ്പെടെ എന്നെ എന്തോ ഒരു വളരെ മോശം ഒരു രീതിയിലാണ് കണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് വളരെയധികം മാറിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ വളരെ എന്താ പറയുക, തമാശയോടോ അല്ലെങ്കിൽ വളരെ മോശമായിട്ടോ കണ്ടിരുന്ന ആ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ വ്യക്തികൾ തന്നെ അവരുടെ ഈ പറഞ്ഞ പോലെ ബന്ധുക്കളെയോ അല്ലെങ്കിൽ അവർക്കറിയാവുന്നവരെയോ പലരും അവരുടെ ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഇന്ന് എൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സോ ഇതൊരു 10-15 വർഷത്തിന് മുമ്പുള്ള സാഹചര്യത്തിൽ നിന്ന് ഇന്ന് വളരെയധികം മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് സാമൂഹിക മാധ്യമങ്ങളുടെ ആണെങ്കിലും ശരി, മറ്റു മാധ്യമങ്ങളിൽ കൂടെ ഉള്ള കുറച്ചെങ്കിലും ഒരു അറിവ് ജനങ്ങളിലേക്ക് എത്തിയതിന്റെ ഒരു ഭാഗമായിട്ടാണ്. സാർ ഇപ്പോൾ പറഞ്ഞൊരു ടെർമിനോളജി ഉണ്ട്, സെക്ഷൽ മെഡിസിൻ. അതെ, എന്താണ് സാർ, വാട്ട് ഈസ് എക്സാക്ട് മീൻ ബൈ സെക്ഷൽ മെഡിസിൻ? സെക്ഷൽ മെഡിസിൻ എന്ന് പറയുന്നത് നമ്മുടെ എമർജൻസി മെഡിസിൻ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു മോഡേൺ മെഡിസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ശാഖയാണ്. ആ ഒരു ലൈംഗിക പ്രശ്നങ്ങളുടെ മാത്രം ചികിത്സ നൽകുന്ന ഒരു ശാഖയാണ്. അപ്പോൾ അതായത് നമ്മുടെ സാധാരണ പ്രത്യുൽപാദനപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യുൽപാദനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ചികിത്സിക്കുന്നത് നമ്മുടെ ഈ ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ആൻഡ്രോളജി അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗത്താണ്. അപ്പോൾ അതേപോലെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, സോ അത് ചികിത്സിക്കുന്ന ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ
സ്കിൻ ആൻഡ് വീഡി എന്ന് പറയുന്ന സ്പെഷ്യാലിറ്റി. സോ അതേപോലെ ലൈംഗിക സുഖവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ ചികിത്സിക്കുന്ന ഒരു ശാഖയാണ് സെക്ഷൽ മെഡിസിൻ എന്നുള്ളത്. അപ്പോൾ ഇത് ഇപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡെവലപ്പിംഗ് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഇത് ഈ പറഞ്ഞ പോലെ ഗൈനക്കോളജിസ്റ്റ് ചികിത്സിക്കുന്നു, സൈക്കാട്രിസ്റ്റ് ചികിത്സിക്കുന്നു, സൈക്കോളജിസ്റ്റ് ചികിത്സിക്കുന്നു. ഇങ്ങനെ ഇതെല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു ചികിത്സ നൽകുന്ന ഒരു വിഭാഗമാണ് സെക്ഷൽ മെഡിസിൻ. ഇപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ ലൈംഗിക പ്രശ്നങ്ങൾ ആളുകൾ പണ്ട് എൻ്റെയൊക്കെ ചെറുതിലെ ഞങ്ങളിത് വായിച്ചിരിക്കുന്നത് വനിതയുടെ ലാസ്റ്റ് പേജിൽ ഡോക്ടർ അദ്ദേഹത്തിന്റെ പേര് എന്തോ ഒരു പ്രകാശ് കോത്താരി ആണ് നമ്മളൊക്കെ വായിക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ പേര് എഴുതില്ല, ആരുടെ എഴുതുന്ന ആളുടെ പേര് പറയില്ല, എന്തെങ്കിലും ഒരു അൺനോൺ നെയിം ഒക്കെ വെച്ചിട്ട് ഇന്നതാണ് എൻ്റെ പ്രശ്നം എന്ന് പറയും. പക്ഷെ നമ്മളിത് ജസ്റ്റ് വായിക്കുമ്പോൾ നമ്മൾക്ക് തന്നെ ഫീൽ ചെയ്യും, ഇത് ഞാൻ വായിക്കേണ്ടതായിരുന്നോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, നമുക്ക് അറിയില്ല. ഇപ്പം ആക്ച്വലി എനിക്ക് 35 വയസ്സുണ്ട്. ഞാൻ എൻ്റെ ഒരു 19-20 വയസ്സിലാണ് നമ്മൾ എങ്ങനെയാണ് ഇന്റർകോഴ്സ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ സാറിന്റെ ഒരു അനുഭവം വെച്ചിട്ട് ഇപ്പൊ ഞാൻ പറയുന്നത് 80s കിഡ്സിന്റെ കാര്യമാണ്. ആ കിഡ്സിന്റെ കാലഘട്ടത്തിന് ശേഷം ഇന്നിപ്പോൾ നിൽക്കുന്ന ജനറേഷന് കുറച്ചുകൂടെ സെക്ഷൽ എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്തായിരിക്കാം അവർക്കും ഈ ജനറേഷനും അല്ലെങ്കിൽ മുന്നേ ഉള്ള ജനറേഷനും ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം? എന്താണ് ഈ സെക്സ് അത്ര ഹൈഡ് ചെയ്യപ്പെട്ട കാര്യമാണോ? ഉറപ്പായിട്ടും ഇതിലുള്ള കുറേയേറെ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 70s മുമ്പ് കുറച്ചുകൂടെ ബെറ്റർ ഒരു അവയർനെസ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കുറച്ചുകൂടെ കൂട്ടുകുടുംബമായിരുന്നു. കൂട്ടുകുടുംബത്തിൽ കുറച്ചുകൂടെ ഓപ്പണായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. സോ 80s കഴിഞ്ഞാൽ 90s നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലോട്ട് വന്നപ്പോഴത്തേക്കും ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലീസ് വന്നതോടുകൂടി തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലൈംഗിക വിദ്യാഭ്യാസം നൽകാനുള്ള ഒരു സാഹചര്യം കുറഞ്ഞു. ഇപ്പോഴും ലൈംഗിക വിദ്യാഭ്യാസം നമ്മൾ സ്കൂൾ തലത്തിലോ കോളേജ് തലത്തിലോ ഈവൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ തലത്തിലോ പോലും ശരിയായ രീതിയിൽ നൽകുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ശരിയായ രീതിയിൽ ഈ പറഞ്ഞ യുവാക്കൾക്കാണെങ്കിൽ ഒരു ശരിയായ രീതിയിലുള്ള ഇതിനെക്കുറിച്ചുള്ള അറിവ് ഒരിടത്തു നിന്ന് കിട്ടുന്ന അറിവെല്ലാം പലപ്പോഴും മാധ്യമങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഈ സൈറ്റുകളിൽ നിന്ന് കിട്ടുന്ന അറിവാണ്. അത് ഈ പറഞ്ഞ നമ്മുടെ സിനിമയിൽ നിന്ന് ജീവിക്കാൻ എങ്ങനെ ഈ പറഞ്ഞ പോലെ അറിവുണ്ടാക്കുന്നു അതേ രീതിയിലാണ് പലരുടെയും ഈ പറഞ്ഞ ഇതിനെക്കുറിച്ചുള്ള അറിവ്. നമ്മുടെ ആ റിയൽ ലൈഫും തമ്മിലുള്ള ആ വ്യത്യാസം ജനങ്ങൾ അല്ലെങ്കിൽ ഈ യുവാക്കൾ മനസ്സിലാക്കുന്നില്ല. അപ്പം അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെയധികം ഗുരുതരമാണ്. ഇപ്പൊ സാറിന്റെ അടുത്ത് വരുന്ന കേസുകൾ ഇപ്പം ലൈംഗിക പ്രശ്നങ്ങളാണോ, ലൈംഗിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകളാണോ, അതോ ഇത് ലൈംഗികത എന്താണെന്ന് അറിയാൻ മേലാത്ത പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ സാർ അഡ്രസ് ചെയ്തിട്ടുള്ളത്? സോ നമ്മൾ ഈ പറഞ്ഞ പോലെ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന സെക്ഷൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പല ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പം അതിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞ പോലെ ഇൻഫെർട്ടിലിറ്റി, ഈ വന്ധ്യത ഉണ്ടായ കാരണം ശരിയായ രീതിയിലുള്ള ലൈംഗിക പ്രവൃത്തികളിൽ ഏർപ്പെടാൻ സാധിക്കാതിരിക്കുന്നത് നോൺ കൺസുമേഷൻ എന്ന് പറയും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അതൊരു വന്ധ്യതയിലേക്ക് പോകും. അപ്പം അതൊരു ബുദ്ധിമുട്ടായിട്ട് വരാം. ആ ബുദ്ധിമുട്ടിൻ്റെ യഥാർത്ഥ കാരണം ഈ ലൈംഗിക പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ ലൈംഗിക പ്രശ്നങ്ങളാണ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ അത് ഒരു പ്രശ്നങ്ങൾ. അതല്ലാതെ ഈ ലൈംഗിക സുഖവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം ഈ പറഞ്ഞ പോലെ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഈ പങ്കാളിയുമായിട്ടുള്ള ആ ഒരു ലൈംഗിക പ്രവൃത്തികളിൽ ഈ ഒരാൾക്കോ രണ്ടു പേർക്കുമോ ആ ഒരു ലൈംഗിക സുഖം ലഭിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. സോ ഇതെല്ലാമാണ് നമ്മുടെ ഈ പറഞ്ഞ ലൈംഗിക പ്രശ്നങ്ങളെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സാർ ഈ പ്രശ്നങ്ങൾ പറഞ്ഞു, ഇപ്പം പങ്കാളിക്ക് ആ ഒരു ലൈംഗിക സുഖം നൽകാൻ കഴിയുക, അത് പക്ഷേ എൻ്റെ ഒരു കൺസെപ്റ്റാണ്, തെറ്റാണെങ്കിൽ സാറിനെ തിരുത്താം. കേരളത്തിലെ ആണുങ്ങൾക്ക് ലൈംഗികത പെണ്ണുങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെണ്ണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചാൽ അവൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, അവൾക്ക് എങ്ങനെ ഈ നോളജ് കിട്ടി, അങ്ങനെ ഒരു സംസാരം പൊതുവെ ഒരു ധാരണയുണ്ട്. ഇപ്പം നമ്മളാണെങ്കിലും എന്തെങ്കിലും ഒരു സെക്സിനെ പറ്റി ഒരു സോഷ്യൽ മാധ്യമങ്ങളിൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉടനെ നമ്മളോട് ഇൻബോക്സിൽ വന്ന് ചോദിക്കുന്നത് മറ്റു പല കാര്യങ്ങളാണ്. മനസ്സിലാവുന്നത്. അപ്പൊ അത് അവരുടെ ഒരു
ഇവർക്ക് കിട്ടുന്നതിന്റെ ഒരു അവർക്ക് എന്താ പറയുക സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആളുകളാണോ ഇത്, അതോ ഇവർക്ക് ഇത് ഇവരുടെ പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണോ? ഇതിൽ ഇതിനൊരു വലിയൊരു മാനദണ്ഡമുണ്ട് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മുടെ സമൂഹം ശരണ്യ പറഞ്ഞതുപോലെ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് സമൂഹം തന്നെയാണ്. അത് ഒന്ന്. അപ്പോൾ അതിനുള്ള മുഖ്യ കാരണങ്ങൾ പലതുണ്ട്. ഒന്ന്, നമുക്ക് ഈ പറഞ്ഞ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ ഒരിടത്തും കിട്ടുന്നില്ല. പിന്നെ രണ്ട്, നമ്മുടെ ഈ പറഞ്ഞ പോലെ കൂടുതലും മോണോജെൻഡർ സ്കൂളുകളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ആരോഗ്യപരമായിട്ടുള്ള റിലേഷൻഷിപ്സും അങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ആവശ്യങ്ങളും അവരുടെ ഇമോഷണൽ നീഡ്സും ശാരീരികമായ നീഡ്സും ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ കിട്ടാനുള്ള സാധ്യത കുറവായിരുന്നു. അപ്പം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇപ്പോഴും നമ്മൾ സമൂഹത്തിനെ സമയത്തോളം ഈ ഒരു പുരുഷൻ്റെ നീഡ്സ് ഡിഫറൻ്റ് ആണ്, സ്ത്രീയുടെ നീഡ്സ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ആ നീഡ്സിനെ കുറിച്ച് തന്നെ പലപ്പോഴും ഈ പറഞ്ഞ ജനങ്ങൾക്ക് ധാരണയില്ല. അപ്പോൾ ഒരു പുരുഷനെ സമയത്തോളം ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ അവൻ്റെ പ്രധാന അല്ലെങ്കിൽ പ്രൈമറി നീഡ്സ് എന്ന് പറയുന്നത് സെക്ഷൽ നീഡാണ്. അപ്പോൾ അതേസമയം ഒരു സ്ത്രീ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ ആ സ്ത്രീയുടെ ഒരു പ്രൈമറി നീഡ് എന്ന് പറയുന്നത് ഇമോഷണൽ നീഡാണ്. അപ്പോൾ ഒരു സ്ത്രീ ഈ ഒരു കൺസെപ്റ്റ് ജനങ്ങൾക്ക് അല്ലെങ്കിൽ യുവതി യുവാക്കൾക്ക് അറിയാത്തത് കൊണ്ട് ഈ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളാണ് ഏറ്റവും കൂടുതലായിട്ടുണ്ടാകുന്നത്. അപ്പോൾ കാരണം ഈ പറഞ്ഞ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്ററാക്ട് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്നിടത്തോളം ഈ പറയുന്ന പ്രശ്നങ്ങൾ അധികമായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ആ മനസ്സിലാക്കിയാൽ തന്നെ ഇതിലും കുറേയേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലൈംഗികതയെക്കുറിച്ച് ലൈംഗികത എന്ന് പറയുന്ന ജനങ്ങൾ വിചാരിക്കുന്ന ഒരു സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ നമ്മുടെ വ്യക്തിത്വം പോലെ തന്നെ അയാളുടെ ഇതിനെക്കുറിച്ചുള്ള അവബോധവും അയാളുടെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബിഹേവിയേഴ്സും ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ആക്ച്വലി ഒരു സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ഒരാളുടെ ലൈംഗികത എന്ന് പറയുന്നത്. അപ്പം അയാളുടെ ഈ പറഞ്ഞ ജനങ്ങൾ വിചാരിക്കുന്ന ആ ഒരു പാർട്ട് മാത്രമല്ല. സോ ദാറ്റ് അതിനപ്പുറത്തേക്ക് ആ ഒരു പാർട്ട് മാത്രമേ നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങളെ സമയത്തോളം മൈൻഡിൽ അത് വേർത്തേ. സോ അതിന് അപ്പുറത്തേക്ക് വളരെയധികം കാര്യങ്ങളുണ്ട്. സോ ആ കാര്യങ്ങളെക്കുറിച്ച് അറിയാതെ ഇത് മാത്രം ആലോചിച്ചുകൊണ്ട് ഈ പറഞ്ഞ സെക്സ് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ശരിയായ രീതിയിലുള്ള ലൈംഗിക ജീവിതം നയിക്കാൻ സാധിക്കില്ല. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയും അവബോധവും ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ലൈംഗിക ജീവിതം സാർ. ഇപ്പം നമ്മൾ മറ്റൊരു ഇതിലേക്ക് കേരളത്തിൽ ഇപ്പോൾ ഡിവോഴ്സുകൾ വളരെയധികം കൂടുന്നുണ്ട്. പണ്ടത്തെ പോലെ അല്ല, സാർ ഇപ്പോൾ പറഞ്ഞ പോലെ പണ്ടത്തെ പോലെ വളരെയധികം കൂടുന്നുണ്ട്. അത് കൂടുതലും സ്ത്രീകളാണ് എന്താ പറയുക ഡിവോഴ്സിന് മുൻകൈ എടുക്കുന്നതും നടത്തുന്നതും. അത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ഒബ്സർവേഷൻ, അല്ലെങ്കിൽ എൻ്റെ തെറ്റാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ സാറിനെ തിരുത്താം. ഈ ലൈംഗികത അതിനകത്തൊരു വലിയ പ്രശ്നമായി വരുന്നുണ്ടോ? ഉറപ്പായിട്ടും. നമ്മൾ നേരത്തെ എൻ്റെ ഗുരു ഡോക്ടർ MKC നായർ, അദ്ദേഹം നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസിൻ്റെ വൈസ് ചാൻസലറായിരുന്നു. സോ അദ്ദേഹമായിരുന്നു എൻ്റെ ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം നമ്മുടെ ഹൗസ് സയൻസിന് ക്ലാസ് എടുക്കുന്നതിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആ ഒരു സ്ലൈഡിൽ ഇപ്പോൾ ഡൈവേഴ്സിൻ്റെ കാരണങ്ങൾ, ഈ പറഞ്ഞ ഹൗസ് സയൻസിന് ക്ലാസ് എടുക്കുമ്പോൾ ഇന്ന കാരണങ്ങൾ പറഞ്ഞ് അതിൽ 1% പോലും ഈ പറഞ്ഞ ലൈംഗിക പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നില്ല. സോ ഇതൊരു 15 വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴും ഈ പറഞ്ഞ പലപ്പോഴും ഡൈവേഴ്സിലോട്ട് പോകുന്ന പല സാഹചര്യങ്ങളിലും ഈ പറഞ്ഞ ലൈംഗികപരമായിട്ടുള്ള പ്രശ്നമായിരിക്കില്ല മുഖ്യമായിട്ട് അവിടെ എത്തുക. അപ്പം മറ്റ് കാരണങ്ങൾ, അടിയും ബഹളം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, മദ്യപാനം, അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരിക്കും പലപ്പോഴും ഈ പറഞ്ഞ എത്തുന്ന. ഇതാണ് പ്രശ്നം എന്നാണ്. അതിൽ ഒരു ശരിയായ മിക്കവാറുമുള്ള ഈ ഡൈവേഴ്സ് കാരണങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് ഇല്ലാതാകുന്നതിനുള്ള ഒരു മുഖ്യ കാരണം അവർ തമ്മിലുള്ള ഒരു സെക്ഷൽ ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾ അത് അഡ്രസ്സ് ചെയ്യാനായിട്ട് അതൊരു നീഡാണ് എന്ന്
ഉള്ള ഒരു അവബോധം ഇപ്പോൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വെൽക്കമിങ് കാര്യമാണ് എങ്കിൽ പോലും അതിലുള്ള ഒരു ചെറിയ പ്രശ്നം പലപ്പോഴും ഈ പറഞ്ഞ പോലെ അത് പുരുഷൻ്റെ പ്രശ്നം മാത്രമാണ് എന്ന് ധാരണയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പലപ്പോഴും അതൊരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ കൺസുമേഷൻ അല്ലെങ്കിൽ കൺസുമേറ്റ് ചെയ്യാതിരിക്കുക, അതായത് പൂർണ്ണമായും ബന്ധപ്പെടാൻ സാധിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ പലപ്പോഴും സ്ത്രീകളുടെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം അത് വരാൻ. ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് പറയുന്ന വെജിനസ്മസ് എന്ന് പറയുന്ന യോനി സങ്കോചം എന്ന് പറയുന്ന ഒരു പ്രശ്നം, അത് ഈ പറഞ്ഞ പോലെ പുരുഷൻ ബന്ധപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഈ ഒരു സ്ത്രീയുടെ ഈ ഒരു പ്രശ്നം കാരണം അകത്ത് പ്രവേശിപ്പിക്കാൻ സാധിക്കാതെ പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ സ്ത്രീ വിചാരിക്കും ഈ പറഞ്ഞ പുരുഷനെ സമയമെടുത്തോളം അയാളുടെ ലൈംഗിക ശേഷി ഇല്ലായ്മ കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ബന്ധപ്പെടാൻ സാധിക്കാത്തത് എന്നുള്ള രീതിയിലേക്ക് ഈ പറഞ്ഞ പോലെ കുറ്റപ്പെടുത്തുകയും അത് പുരുഷന് മനസ്സിലാക്കാത്തത് കൊണ്ട് പുരുഷനും ചിലപ്പോൾ എൻ്റെ തന്നെ പ്രശ്നമാണ് എന്ന് ധരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകും. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ ഒരു രോഗനിർണയം നടത്തിക്കഴിഞ്ഞ് ശരിയായ രീതിയിൽ ചികിത്സിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം മാറ്റിയെടുക്കാവുന്ന കാരണം. അപ്പോൾ പലപ്പോഴും ഒരു തെറ്റായ അല്ലെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന പല പ്രശ്നങ്ങളും ഡൈവേഴ്സിലേക്ക് പോകുന്ന അവസ്ഥയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നോൺ കൺസുമേഷൻ എന്ന് പറയുന്നത് ഡൈവേഴ്സ് എന്നുള്ളതല്ല, ആക്ച്വലി നള്ളിഫിക്കേഷൻ ഓഫ് മാരേജ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് വരുന്നത്. അതായത് ഒരു മാരേജ് കംപ്ലീറ്റ് ആകണമെങ്കിൽ ആ ഒരു കൺസ്യൂമേറ്റ് ചെയ്താൽ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു മാരേജ് ഈ പറഞ്ഞ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ആ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആകണമെങ്കിൽ ഈ പറഞ്ഞ അപ്പോൾ കൺസ്യൂമേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നള്ളിഫിക്കേഷൻ ഓഫ് മാരേജ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലോട്ട് അതായത് മാരേജ് തന്നെ നടന്നിട്ടില്ല എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ അതിന് ഡൈവേഴ്സ് അല്ല യഥാർത്ഥത്തിൽ നോൺ കൺസുമേഷന് വരുന്നത്. സാർ കുറച്ചും പറഞ്ഞു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു. സാർ നമ്മളിപ്പോൾ എല്ലാവരും, ഞാനാണെങ്കിലും പലയിടത്തുനിന്നും കേൾക്കാറുണ്ട് സെക്സ് എഡ്യൂക്കേഷൻ വേണം. നമ്മളെല്ലാവരും ഈ കഴിഞ്ഞിടെ എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സെക്സ് എഡ്യൂക്കേഷൻ ഇങ്ങനെ 40 വട്ടം പറയുന്നു. എന്താണ് ശരിക്കും സെക്സ് എഡ്യൂക്കേഷൻ എന്നുകൊണ്ട് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ആർക്കാണ് കൊടുക്കേണ്ടത്? എത്ര വയസ്സ് മുതലാണ്? എന്താണ് അതിനകത്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്? ശരി, നേരത്തെ ഞാൻ പറഞ്ഞ സെക്സ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പറഞ്ഞാൽ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ, ലൈംഗിക വിദ്യാഭ്യാസം. അപ്പോൾ ആ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന സെക്സ് ചെയ്യാനുള്ള വിദ്യാഭ്യാസം എന്നാണ് ധാരണ നമ്മുടെ സമൂഹത്തിൽ. പക്ഷെ മറിച്ച് ആ ലൈംഗികത എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ ഒരാളുടെ വ്യക്തിത്വം, ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ആളുടെ ഈ പറഞ്ഞ പോലെ സെക്ഷുവാലിറ്റിയും ഡെവലപ്പ് ചെയ്യേണ്ടത്. സോ ഇറ്റ് ഹാസ് ടു സ്റ്റാർട്ട് ഫ്രം ബർത്ത്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ജെൻഡറിനെ കുറിച്ചും ഇതെല്ലാം ഓരോ ചെറിയ രീതിയിൽ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ ആ പ്രായത്തിനനുസരിച്ചുള്ള രീതിയിൽ അവർക്കുള്ള അറിവ്, അതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള അറിവ് നമ്മൾ നൽകണം. ഇപ്പോൾ പല സ്റ്റാർട്ടിങ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ അവയവങ്ങൾക്ക്, നമ്മുടെ മൂക്കിനാണെങ്കിൽ മൂക്കെന്ന് പറഞ്ഞു കൊടുക്കും, ചെവിക്കാണെങ്കിൽ ചെവി, കണ്ണിന് കണ്ണ്. പക്ഷേ ലൈംഗിക അവയവങ്ങൾക്ക് പലരും പല പേരുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, അതെന്തോ ഒരു വളരെ മോശമായിട്ടുള്ള ഭാഗമാണ്, അത് തൊടാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ ഈ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ കുട്ടികൾ അത് കൺഫ്യൂസ്ഡ് ആവും. ഇപ്പോൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഏകദേശം 2-3 വയസ്സാകുമ്പോഴാണ് കുട്ടികൾ അവർ സ്വയം ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളതൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് അവരുടെ നമ്മുടെ കുട്ടിക്കാലത്ത് മൂക്ക് കണ്ണൊക്കെ അവർ സ്വയം കണ്ട് എക്സ്പ്ലോർ ചെയ്താണ് തിരിച്ചറിയുന്നത്. അപ്പോൾ അതേപോലെ അവരുടെ ജെനിറ്റേലിയ അവർ ഈ പറഞ്ഞ എക്സ്പ്ലോർ ചെയ്ത് പിന്നെ ഒരു ഇതുണ്ട് എന്നുള്ള തിരിച്ചറിയുന്ന സമയത്ത് പോലും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ വേറെ തെറ്റായ അല്ലെങ്കിൽ വേറെ വ്യത്യസ്തമായ പല പേരുകളും പറയുമ്പോൾ ഇവർക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആകും. അപ്പോൾ ഏതാണ് ഏത് ശരി എന്നുള്ള ഒന്ന്. 2, ഇത് ഈ പറയുന്നത് തൊടാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യം ഈ ഒരു നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അതിന് വഴക്ക് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അത് അവരുടെ മനസ്സിലേക്ക് അത് ആഴത്തിലേക്ക് വരും. വളർന്ന് വലുതായി വരുമ്പോഴും ഈ പറഞ്ഞാൽ അതെന്തോ വളരെ മോശമായിട്ടുള്ള ഭാഗമാണ്, അത് ഈ പറഞ്ഞ പോലെ തൊടാൻ പാടില്ലാത്ത ഒരു ഭാഗമാണ് എന്നുള്ള ധാരണയായിരിക്കും വളർന്ന് വലുതിന് ശേഷം. അപ്പോൾ അങ്ങനെ ഉള്ളവർ ഈ പറഞ്ഞ കുടുംബ ബന്ധത്തിലേക്ക് പോകുമ്പോൾ അവർ വളരെയധികം പ്രയാസങ്ങളിലേക്ക് എത്തും.
അപ്പം ഇതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമ്മളെ ഈ പറഞ്ഞ പോലെ പ്രത്യുൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ശരി, എന്തൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ബിഹേവിയേഴ്സ്. പലപ്പോഴും നമ്മുടെ ഈ പറഞ്ഞ പോലെ സ്വയംഭോഗം എന്താണ്, ഈ പറഞ്ഞ ആ പ്രായം പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന നമ്മുടെ പ്യൂബർട്ടി അല്ലെങ്കിൽ മെൻസസിനെ കുറിച്ച് സംസാരിക്കുന്നത് പോലെ തന്നെ മെൻസസിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും നമ്മൾ സ്ത്രീകൾ മാത്രമല്ല ഇപ്പോൾ ഈ പറഞ്ഞ ആൺകുട്ടികൾക്കും അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ അവർക്കുണ്ടാകുന്ന ആ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങളും ഇമോഷണലി ഉണ്ടാകുന്ന ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു ഇതുണ്ടാകും. അല്ലെങ്കിൽ ഒരു മോശം ഈ പറഞ്ഞ പോലെ പലപ്പോഴും പെൺകുട്ടികൾ ഒരു പീരീഡ്സ് ആയ വളരെ മോശമാണ് എന്നുള്ള ഒരു ധാരണയിൽ നിന്നും മാറേണ്ട അതൊരു നാച്ചുറൽ ഒരു ഇതാണ് എന്നുള്ള ഒരു ഇത് മനസ്സിലാക്കാനും അങ്ങനെ ഓരോ കാര്യത്തിനെക്കുറിച്ചും ശാസ്ത്രീയപരമായിട്ട് ആ പ്രായത്തിനനുസരിച്ചുള്ള രീതിയിലുള്ള അറിവ് അതിന് ആസ്പദമായിട്ടുള്ള അറിവ് നമ്മൾ നൽകുന്നതാണ് ആക്ച്വലി സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ. അപ്പോൾ അതിൽ തന്നെ ഒരു ഈ പറഞ്ഞ നല്ല ഹെൽത്തി റിലേഷൻഷിപ്സ്, ഈ പറഞ്ഞ പോലെ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് ഈ വളരെ വലിയൊരു മാനമുള്ള ഒരു ഇതാണ്. അപ്പോൾ അതിൽ നമ്മുടെ നല്ല റിലേഷൻഷിപ്സ് എങ്ങനെ ബിൽഡ് ചെയ്യണമെന്നോ ആ റിലേഷൻഷിപ്സിൽ ഏതൊക്കെ രീതിയിൽ ഈ പറഞ്ഞ റൊമാൻറ്റിക് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇമോഷണൽ ഇതാണ്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു പ്രണയത്തിലോട്ട് മാറുകയാണ്. ആ പ്രണയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പ്രണയം ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ പ്രണയങ്ങൾ ഈ പറഞ്ഞ പോലെ ബ്രേക്കപ്പ് ആകാം. അപ്പോൾ ആ ബ്രേക്കപ്പ് ആകുന്നത് എങ്ങനെ ഹെൽത്തി ആയിട്ട് അതിനെ കണക്കാക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ കൺസെൻറ്റ്, ഈ പറഞ്ഞ പോലെ ഒരു സെക്ഷൽ കൺസെൻറ്റിനെ കുറിച്ചും സെക്ഷൽ റൈറ്റ്സിനെ കുറിച്ചും ഈ പറഞ്ഞ കോൺട്രാസെപ്റ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇതിനെക്കുറിച്ചുള്ള റൈറ്റ്സ്, ഇതിങ്ങനെയുള്ള പല കാര്യങ്ങളും കൂടെ ചേരുമ്പോഴാണ് അത് ശരിയായ രീതിയിൽ കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിലേക്ക് എത്തുക. സോ ഒരാളുടെ ഒരു നല്ലൊരു ലൈംഗിക ജീവിതം നയിക്കാൻ ഒരു പൂർണ്ണമായിട്ടും അത്യാവശ്യം അറിയേണ്ട അറിവ് ആ വ്യക്തിയിൽ കിട്ടുക എന്നുള്ളതാണ് ഈ പറഞ്ഞ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ്റെ പ്രധാനമായ ഉദ്ദേശം. സാറേ ഇപ്പം സാറ് പറഞ്ഞപ്പോഴാണ് എനിക്കത് കറക്റ്റായിട്ടൊരു ടൈമിൽ, അതിൽ നമ്മൾ പറയുമ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങളായിരുന്നു മൈൻഡിൽ സെറ്റ് ചെയ്തത്. സാർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അത്രയും കാര്യത്തിൽ നമ്മളെ ഈ പറഞ്ഞ എല്ലാ തലത്തിലും നമ്മളെ പൊതിഞ്ഞു നിർത്തുന്ന ഒരു ബോധമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്തവനവനെ കെയർ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഒരു പാർട്ട്ണറെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിലും നമ്മൾ ഈ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സിനിമയിലൊക്കെ മാസ്റ്റർബേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ എത്ര വയസ്സിലായിരിക്കും കുട്ടികൾക്ക് മാസ്റ്റർബേറ്റിൻ്റെ, അല്ലെങ്കിൽ ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും അങ്ങനെ മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് വലിയ പാപമായി കരുതുന്ന ഒരു സമൂഹം തന്നെയുണ്ട്. എന്താണ് സാറിൻ്റെ ഒരു? സോ ഈവൻ 1950s 54s വരെ ഈവൻ മോഡേൺ മെഡിസിൻ പോലും അതൊരു തെറ്റായ ഒരു അസുഖമായിട്ട് കണക്കാക്കിയിരുന്ന ഒരു കാര്യമാണ് സ്വയംഭോഗം അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് അത് ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കിയത്. അത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മനുഷ്യനാണെങ്കിൽ ശരി, പല ഈ പറഞ്ഞ പോലെ മൃഗങ്ങളാണെങ്കിലും ശരി, അവരുടെ ലൈംഗിക ഒരു സുഖം നേടാൻ ഉപയോഗിക്കുന്ന പ്രവൃത്തിയാണ് ഈ പറഞ്ഞ സ്വയംഭോഗം എന്നുള്ളത്. അപ്പോൾ ആ സ്വയംഭോഗം ചെയ്യുന്നത് ഒരു നാച്ചുറലായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആ ഒരു ശരിയായ രീതിയിൽ സ്വയംഭോഗം ചെയ്യുന്നതിലൂടെ അവർക്ക് ആ ഒരു ലൈംഗികപരമായിട്ടുണ്ടാകുന്ന ആ ഒരു റിലീസ് ഉണ്ടാകുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടെൻഷൻ റിലീസ് ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു രാത്രി ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്ക് ശരീരത്തിൽ ഈ പറഞ്ഞ പോലെ ആഹാരത്തിൻ്റെ അവശേഷം ഇതൊക്കെ വന്ന് വയറിലൊരു അസ്വസ്ഥത ഉണ്ടാകും രാവിലെ എണീക്കും. അപ്പോൾ നമ്മൾ രാവിലെ ടോയ്ലറ്റിൽ പോയി കഴിയുമ്പോഴത്തേക്കും, കക്കൂസിൽ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു ടോയ്ലറ്റിൽ പോയി ഒരു റിലീഫ് കിട്ടും. സോ അതുപോലെയുള്ള നമുക്കുണ്ടാകുന്ന ആ ഒരു സെക്ഷൽ ടെൻഷൻ റിലീവ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗമാണ് ഒരു സ്വയംഭോഗം എന്നുള്ളത്. അപ്പോൾ സ്വയംഭോഗം ചെയ്യുന്നത് ഒരു നോർമലായിട്ടുള്ള കാര്യമാണ്. അത് ഈ പറഞ്ഞ പോലെ മാരീഡായിട്ടുള്ള വ്യക്തിയാണെങ്കിലും ശരി, അൺമാരീഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിലും ശരി, ഒരു പ്രായം അതിന് പ്രത്യേകിച്ച് ഒരു കണക്കും പറയുന്നില്ല. അപ്പോൾ നമ്മൾ കൂടുതലും ഈവൻ കുട്ടികളാണെങ്കിലും ചിലപ്പോൾ അവർക്ക് ഇതിൽ ഈ പറഞ്ഞ പോലെ ജെനിറ്റൽ ഇത് ചെയ്യുന്ന സമയത്ത് ഈ പ്യൂബർട്ടി ആകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ആ ഒരു പ്ലഷർ കിട്ടാം. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ പ്രത്യുൽപാദനപരമായിട്ട് ബന്ധമില്ല. നമ്മുടെ ഈ പറഞ്ഞ പലപ്പോഴും
നമ്മുടെ ലൈംഗിക സുഖവും പ്രത്യുൽപാദനവുമായിട്ടാണ് എല്ലാ ജനങ്ങൾ അതിനെ കൂട്ടിയിണക്കി വെച്ചേക്കുന്നത്. ഇത് രണ്ട് കാര്യങ്ങളാണ്. ഈ പറഞ്ഞ പ്രത്യുൽപാദനം ഇല്ലാതെ ലൈംഗിക സുഖം ലഭിക്കുകയും ഈ പറഞ്ഞ ലൈംഗിക സുഖം ഇല്ലാതെ തന്നെ പ്രത്യുൽപാദനവും നടക്കും. അപ്പോൾ ഈ പറഞ്ഞ പ്രത്യുൽപാദനമാണ് നമ്മുടെ ഈ പ്യൂബർട്ടി അറ്റൈൻ ചെയ്തതിന് ശേഷം ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള ലൈംഗിക സുഖം അറ്റൈൻ ചെയ്യുക അല്ലെങ്കിൽ സുഖം ലഭിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു പ്രായവും ഇല്ല. അപ്പോൾ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞാൽ കുട്ടികൾ അവർ സ്വയം ഈ പറഞ്ഞ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ഈ പറഞ്ഞ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ചില രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് സുഖം കിട്ടാം. അപ്പോൾ അവർ ചിലപ്പോൾ ആ ഒരു ഇത് കണ്ടിന്യൂ ചെയ്തോളാം. ഈ രക്ഷിതാക്കൾ കാണുമ്പോൾ അവരതിനെ എങ്ങനെയാണ് ഇപ്പം സാർ ഇപ്പം നമ്മുടെ ഒരു മാസ് മീഡിയയിലേക്ക് നമ്മളിത് വിടുന്നത്, ഒരു കുട്ടി മാസ്റ്റുർബേറ്റ് ചെയ്യുന്നത് ഒരു പേരൻസ് എന്ന് വെച്ചാൽ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി പേരൻസിനോടാണെങ്കിലും ആരോടാണെങ്കിലും ഒളിച്ചു നിന്നിട്ട് ഇത് ചെയ്യത്തുള്ളൂ. അത് ചെയ്യുമ്പോൾ ഒരു പേരന്റ് അത് കണ്ടാൽ എങ്ങനെ ആയിരിക്കണം അവർ റിയാക്ട് ചെയ്യേണ്ടത്, ആൺകുട്ടിയോ പെൺകുട്ടിയോ ആണെങ്കിലും? അല്ല, അത് ഒരാളുടെ ഈ പറഞ്ഞ ഇപ്പം ശരണ്യ പറഞ്ഞ ഒരു കാര്യത്തിൽ ഒന്ന് ഈ പറഞ്ഞ കുട്ടി ഒളിച്ച് ചെയ്യുന്നത് ഈ പറഞ്ഞാൽ കാണുന്നത് എന്ന് പറയുന്ന അവരുടെ പ്രൈവസിയിൽ നമ്മൾ കയറുന്ന ഒരു സാഹചര്യം. അപ്പോൾ ആ ഒളിച്ച് ചെയ്യാതിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഇടപെടേണ്ടത്. ആ ഒളിച്ച് ചെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ അതൊരു പ്രൈവസി ആവശ്യമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പക്ഷെ അല്ലാതെ ഒളിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രൈവസിയിൽ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ഈ പറയുന്ന ഈ പറഞ്ഞ പ്രൈവസിയിൽ അവർ ചെയ്യുകയാണ്, ഈ പറഞ്ഞ വേറൊരു ഇതില്ലാത്തൊരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് അതിലോട്ട് എന്താ പറയുക അവരുടെ പ്രൈവസിയിൽ നമ്മൾ ഇടിച്ചു കയറാതിരിക്കുക എന്നുള്ളതാണ് അതിൽ വേണ്ടത്. നമ്മൾ പലപ്പോഴും പല അമ്മമാരും എന്നെ അടുത്ത് ചോദിക്കാറുണ്ട്, ഈ പറഞ്ഞ ഞാൻ ഇങ്ങനെ കണ്ടു എൻ്റെ മോൻ ഇങ്ങനെ ചെയ്യുന്ന, സോ അത് എനിക്ക് വളരെയധികം പ്രയാസമുണ്ടായി ഇന്ന കാര്യം. സോ അത് ഞാൻ അവരുടെ ഈ പറഞ്ഞ നോർമലായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അവരുടെ ഈ പറഞ്ഞ വളരുന്നതിൻ്റെയും ആ ഒരു സെക്ഷൽ ഫങ്ഷൻ ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർക്കുണ്ടാകുന്ന ആ ഒരു ഫീലിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകും. സോ അത് ഒരു അബ്നോർമലായിട്ട് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് പലപ്പോഴും അതൊരു സൈക്കാട്രി പ്രോബ്ലം ആണോ അതോ ഇങ്ങനെയൊക്കെ ഒരു ധാരണകൾ ഈ പറഞ്ഞ അമ്മമാർക്കുണ്ടാകുന്ന ഒരു തെറ്റായ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും ഈ പറഞ്ഞാൽ ആ പ്രായത്തിനനുസരിച്ച് ഉണ്ടാകുന്ന പ്രവൃത്തികൾ തന്നെയാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ ഓപ്പണായിട്ട് ഉണ്ടെങ്കിൽ അവരുടെ ഒരു ചെറിയ ഒരു രീതിയിൽ പറഞ്ഞു കൊടുക്കണം. ഇതൊരു ഇന്ന ജെനിറ്റേലിയ ഈ പറഞ്ഞ മറ്റുള്ളവരുടെ മുമ്പിൽ അത് കാണിക്കാനുള്ളതല്ല. ഈ പറഞ്ഞ ഇന്ന ഈ പറയുന്നതല്ല, നിങ്ങളുടെ പ്രൈവസിയിൽ ചെയ്യേണ്ട അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ട കാര്യങ്ങളാണെന്നുള്ളത് മാത്രമാണ് അവിടെ വരേണ്ടത്. ഒരു തെറ്റായ രീതിയിലുള്ള ഈ പറഞ്ഞ പ്രവൃത്തിയാണ് ഈ പറഞ്ഞ അശാസ്ത്രീയമായിട്ടുള്ള പല രീതിയിലുള്ള ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞൊരു കൗൺസിലിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ എത്രത്തോളം അവർ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇതുണ്ട് എന്നുള്ളതനുസരിച്ച് രീതിയിൽ ഓരോ ഈ പറഞ്ഞ സാഹചര്യം അനുസരിച്ച് ഈ പറഞ്ഞ ഇൻ്റർവെയിൻ ചെയ്യാം. 2024 ഇപ്പോഴും സ്ത്രീകളിൽ ഓർഗാസം എന്താണെന്നറിയാത്ത സ്ത്രീകളുണ്ട്. ഇപ്പോൾ ശരണ്യ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരഭാഗത്തിനെ കുറിച്ച് നമ്മൾ സ്വയം മനസ്സിലാക്കുന്നില്ല. എൻ്റെ ഈ പറഞ്ഞ പോലെ ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്വീറ്റായിട്ടുള്ള ഒരു പാനീയം നേരെ ഈ പറഞ്ഞ നാക്കിൽ തൊടാതെ വിഴുങ്ങുന്നു, ആ ടേസ്റ്റ് എൻജോയ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. നമുക്ക് ഈ പറഞ്ഞാൽ ആ ടേസ്റ്റ് എൻജോയ് ചെയ്യണമെങ്കിൽ നാക്കിൽ പല ഭാഗങ്ങളും ഓരോ ടേസ്റ്റിനനുസരിച്ചുള്ള രീതിയിലാണ് ആ സെൻസേഷൻ. അപ്പോൾ ആ ഭാഗങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു ഈ പറഞ്ഞ ടേസ്റ്റ് നമുക്ക് ലഭിക്കൂ. സോ ഇതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഇല്ലാത്തവരാണ് ഈ പറഞ്ഞാൽ. സോ അതേപോലെ നമ്മുടെ ശരീരത്തിനെക്കുറിച്ച് നമുക്ക് ഈ പറഞ്ഞാൽ ആ ലൈംഗിക വിദ്യാഭ്യാസത്തിൽ കൂടെയാണ് പലപ്പോഴും ഇത് അറിയേണ്ടത്. അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ ആ വിദ്യാഭ്യാസം നൽകുന്നത് അത് പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ടീച്ചറായിരിക്കാം, അല്ലെങ്കിൽ കൗൺസിലറായിരിക്കാം, അല്ലെങ്കിൽ ഡോക്ടറായിരിക്കാം. സോ അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ ഇത് ശരിയായ രീതിയിൽ അങ്ങനെ ആ ഒരു ശാസ്ത്രീയപരമായിട്ട് ലഭിക്കുമ്പോൾ മാത്രമേ അവർക്ക് അവരുടെ ശരീരത്തിനെക്കുറിച്ചുള്ള ഒരു ധാരണ കിട്ടൂ. ഇത് ഒന്ന്. അപ്പോൾ അവർക്ക് സ്വയം ഇങ്ങനെ ഈ പറഞ്ഞ ആ ഒരു സുഖത്തിലേക്ക് എത്തണം, അല്ലെങ്കിൽ എന്തൊക്കെ എനിക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം, ഈ ഇഷ്ടമുള്ള ടേസ്റ്റ് എന്താണ്,
എന്നുള്ള സ്വയം മനസ്സിലാക്കിയാൽ മാത്രമേ മറ്റൊരു വ്യക്തിയെടുത്ത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കൂ. അപ്പോൾ ആ ഒരു പാർട്ട് പലപ്പോഴും മിസ്സിങ് ആണ്. 2, നമ്മുടെ ഈ പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തി 18 വയസ്സ് കഴിഞ്ഞു എന്നുള്ള ധാരണ വെച്ചിട്ട് ഒരു വണ്ടി കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് ഏതെങ്കിലും യൂട്യൂബ് വീഡിയോ എന്തെങ്കിലും നോക്കിയിട്ട് ഓടിക്കാൻ സാധിക്കുമോ? ഇതേ സാഹചര്യമാണ് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത 2 വ്യക്തികൾ കല്യാണം കഴിഞ്ഞ് ഈ പറഞ്ഞ പോൺ വീഡിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീഡിയോ കണ്ടുകൊണ്ട് അവർ ലൈംഗിക ജീവിതത്തിലേക്ക് ശ്രമിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊരു ധാരണയില്ലാതെ അവർ ഈ പറഞ്ഞ പോലെ ട്രയൽ ആൻഡ് എററിൽ കൂടെ എന്തെങ്കിലും ചെയ്യും. ഈ പറഞ്ഞ പോലെ ആ പ്രവൃത്തിയുടെ അനന്തരഫലമായിട്ട് ഈ ശുക്ലം യോനിക്കകത്ത് നിക്ഷേപിക്കും, പ്രഗ്നൻ്റ് ആകും. ആ ഒരു കുട്ടിയാകുമ്പോഴത്തേക്കും വെളിയിൽ നിന്ന് നോക്കുന്ന ജനം ഇവരുടെ ലൈംഗിക ജീവിതം നല്ല രീതിയിലാണ് നയിക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ പലപ്പോഴും സ്ത്രീകൾക്ക് ഈ ശരണി ചോദിച്ച ആദ്യ ക്വസ്റ്റ്യനിലേക്ക് തന്നെ വരാം. ഈ പറഞ്ഞ സ്ത്രീകൾക്ക് ഇങ്ങനൊരു സുഖം എങ്ങനെ ലഭിക്കും, എന്താണ് അസുഖം എന്ന് അറിയുന്നതിന് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ. അപ്പം അത് ഈ പറയുന്ന ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കാരണമാണ് അവർക്കതൊരു ഈ പറഞ്ഞ പോലെ നീഡാണ് എന്ന് സ്വയം മനസ്സിലാക്കാത്തത്. അപ്പോൾ ഈ പറഞ്ഞ പലരും പറഞ്ഞ് വരുമ്പോഴാണ് ഇങ്ങനൊരു ആവശ്യം ഇല്ലെങ്കിൽ ഇതുണ്ട് എനിക്കും അത് കിട്ടേണ്ടതാണ് എന്ന് വരുമ്പോഴാണ് പലപ്പോഴും കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് പുരുഷൻ്റെ പ്രശ്നമായിരിക്കാം, സ്ത്രീയുടെ പ്രശ്നമായിരിക്കാം, 2 പേരുടെ പ്രശ്നമായിരിക്കാം. അപ്പോൾ ശരിയായ രീതിയിൽ നമ്മൾ അസസ് ചെയ്താൽ മാത്രമേ എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് നമുക്ക് മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷൻസ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഈ പറഞ്ഞ ഒരാളുടെ മാത്രം പ്രശ്നമാണ് എന്നാണ് പലപ്പോഴും ഈ പറഞ്ഞ ധരിക്കുകയും അതിനനുസരിച്ച് ഈ പറഞ്ഞ കോൺഫ്ലിക്റ്റുകൾ കൂടുകയും ചെയ്യുന്നത്. ശരിയായ രീതിയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പലപ്പോഴും അവരുടെ നേരെ ഓൺലൈനിൽ പോയി ഈ പറഞ്ഞ അവരുടെ ഈ പറഞ്ഞ ഇന്ന പ്രശ്നമാണ് എനിക്ക് ഉണ്ട് എന്ന് സ്വയം ധരിച്ച് പല മരുന്നുകളും വാങ്ങിച്ച് കഴിച്ച് ഉള്ള ശേഷി നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഇന്ന് കാണുന്നത്. നമ്മൾ സംസാരത്തിനിടയ്ക്ക് സാർ കൺസേണിന്റെ കാര്യം പറഞ്ഞു. കൺസേൺ അപ്പൊ എനിക്ക് 2 രീതിയിലാണ്. ഇപ്പൊ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ കൂടി നമ്മൾ കൺസേൺ ചോദിക്കണം. ഇനി കൺസേണിന്റെ വേറൊരു തലത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെക്സ് ചെയ്യുമ്പോൾ ഒരിടയ്ക്ക് കൺസേണിനെ കുറിച്ച് ഒരു കാര്യം വന്നിരുന്നു. നമ്മൾ ഉമ്മ വെക്കുമ്പോൾ ഓരോ സമയവും നമ്മൾ കൺസേൺ ചോദിക്കണമോ, ഇന്റർകോഴ്സ് ചെയ്യുമ്പോൾ കൺസേൺ ചോദിക്കണമോ, അല്ലെങ്കിൽ ഇങ്ങനെ സെക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓറൽ സെക്സ് ചെയ്യാൻ കൺസേൺ ചോദിക്കണമോ എന്നൊരു ഒരു ആർഗ്യുമെന്റ്സ് പോലെ ഇങ്ങനെ വന്നിരുന്നു. ശരിക്കും ഈ കൺസേൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഓരോ തവണത്തെ ചോദ്യങ്ങളാണോ അതോ പങ്കാളിയുടെ ഓരോ കുഞ്ഞു റെസ്പോൺസുകളാണോ? ഇപ്പോൾ ഈ ശരണ്യ പറഞ്ഞത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തമാശ രൂപത്തിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പലപ്പോഴും മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ള കാര്യം ഈ പറഞ്ഞ പോലെ ബന്ധപ്പെടുന്നതിന് മുമ്പ് ഈ ഒരു കോൺട്രാക്ട് പോലെ ഒരു കൺസെന്റ് ഫോം സൈൻ ചെയ്ത് വാങ്ങിച്ചതിന് ശേഷമാണ് ബന്ധപ്പെടേണ്ടതെന്നുള്ള രീതിയിലൊക്കെ പലപ്പോഴും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ കൺസെന്റ് എന്ന് പറയുന്നത് അത് ഉഭയസമ്മതപ്രകാരമായിട്ടുള്ള ഓരോ പ്രവൃത്തികളും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിക്കൊണ്ട് സോ എൻ്റെ ശരീരത്തിൽ ഇന്ന കാര്യം ചെയ്യാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അതിന് സമ്മതിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇന്ന ഓരോ പ്രവൃത്തിയും ശരണ്യ പറയുന്നത് സോ ഈ പറഞ്ഞ അത് മറ്റേയാൾ മനസ്സിലാക്കി എന്നുള്ള ഇത് ധാരണ ഉണ്ടായതിന് ശേഷം മാത്രമേ ആ ഒരു പ്രവൃത്തിയിലോട്ട് പോകാൻ പാടുള്ളൂ. അപ്പോൾ ഈ കൺസെൻറ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ശസ്ത്രക്രിയ ചെയ്യാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇൻഫോംഡ് കൺസെൻറ്റ് എഴുതി വാങ്ങിക്കും. അപ്പോൾ ഈ പറഞ്ഞ പ്രൊസീജിയർ ചെയ്യാൻ പോകുന്ന ഇന്ന കാര്യങ്ങളാണ്. സോ ഈ പ്രൊസീജിയറിൻ്റെ കോൺസിക്വൻസ് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഇന്നതൊക്കെയാണ്. ഇതൊക്കെ ഈ പറഞ്ഞ രോഗിയുടെ ബന്ധുക്കളെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമാണ് ആ കൺസെൻറ്റ് ഒപ്പിട്ട് വാങ്ങിക്കുന്നത്. ഒപ്പിട്ട് വാങ്ങിച്ചതിന് ശേഷം മാത്രമേ ശസ്ത്രക്രിയ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതേപോലെ ഈ പറയുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് 2 പേരും ഡിസ്കസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു അടുത്ത ഒരു ഇതിലോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് ഈ പറഞ്ഞ ആദ്യം ഡിസ്കസ് ചെയ്ത് ഈ പറഞ്ഞ കോണ്ടം ഉപയോഗിച്ച് സേഫ് സെക്സ് ആണ് എന്ന് ഉദ്ദേശിച്ചതിന് ശേഷം ഈ പറഞ്ഞ പോലെ കോണ്ടം ഇല്ലാതെ ബന്ധപ്പെടുന്ന പോകുന്ന ഒരവസ്ഥ അത് കൺസെൻറ്റിന് എതിരായിട്ടുള്ള രീതിയാണ്. സോ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഡിസ്കസ് ചെയ്യുന്നത് അതിന് മുൻപ് ഡിസ്കസ് ചെയ്യാം,
അല്ലെങ്കിൽ ഇതിന് ശേഷം ഇത് ചെയ്യാൻ താല്പര്യമുണ്ടോ, അതായത് ഇപ്പം ഞാൻ ചെയ്യുന്ന ഇങ്ങനെയുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, അത് ഈ പറഞ്ഞ പോലെ വെർബലായിരിക്കാം, നോൺ വെർബലായിരിക്കാം, നമുക്ക് ആ ഒരു ക്ലിയർ ആയിട്ട് മറ്റേ വ്യക്തി മനസ്സിലായി എന്നുള്ള ആ ഒരു രീതിയാണ് നമ്മുടെ ഈ കൺസെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. സാറിനോട് മുന്നേ സംസാരിച്ചിരുന്നു, ഈ ടോപ്പിക്കിൽ തന്നെ നമ്മൾ സംസാരിച്ചിരുന്നു. അയാൾക്കത് പറ്റില്ല എന്ന് അയാളത് പറയുകയാണ്. എനിക്കിപ്പോൾ ഒരു പാർട്ട്ണറോട്, പങ്കാളിയോട് എനിക്ക് നിങ്ങളെ ഓർഡർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവർ ചോദിക്കാൻ, നിനക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ നിനക്ക് എന്താണ് ഇത് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളൊരു പുഷ് ചെയ്യുകയാണ്. ഈ സമയത്ത് സ്ത്രീകൾ എന്ന് പറയുന്ന ആളുകൾ പൊതുവെ അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്തവർ, ഈ സെക്സിനോടെ ഒരു മടുപ്പ് തോന്നൂ, അതോ ഇവർക്ക് എന്താണ് ശരിക്കും അവിടെ വേണ്ടത്, എന്തുകൊണ്ടായിരിക്കാം അവർക്ക് അങ്ങനെ ആ നിമിഷം എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയേണ്ടി വരുന്നത്? അല്ല, അത് ഈ പറഞ്ഞ പോലെ അത് ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഉണ്ടാകും. ഇപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു പോർക്ക് കഴിക്കാൻ താല്പര്യമില്ല, എന്നെ കൊണ്ട് പോർക്ക് തീറ്റിച്ചേ പറ്റുള്ളൂ എന്ന് ഒരു വ്യക്തി തീരുമാനിക്കുകയാണെങ്കിൽ അത് എൻ്റെ അവകാശത്തിനുള്ള ലംഘനമാണ്. അപ്പം അതേ രീതിയിലുള്ള ഈ പറഞ്ഞ പോലെ ഓരോ വ്യക്തിക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ടാകും. ഇന്ന കാര്യങ്ങളാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു മറ്റൊരാളുമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള, സോ ആ താല്പര്യത്തിന് കൂടാതെ ഈ പറഞ്ഞ പോലെ ഫോഴ്സ് ചെയ്ത് മറ്റൊരു കാര്യം ചെയ്യിപ്പിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ഏകദേശം നമ്മുടെ എന്നുള്ള തലത്തിലേക്ക് തന്നെ മാറുന്ന ഒരു ഇതാണ്. അപ്പോൾ അത് അവിടെ കൺസെന്റ് ഇല്ലാതെ ഒരു സെക്ഷൽ ആക്ടിവിറ്റി വരുമ്പോഴത്തേക്കും റേപ്പിന്റെ ഇതിലോട്ട് പോകും. അപ്പം അതുവരെ ഉപയോഗസമ്മതപ്രകാരം ചെയ്യുന്ന പ്രവൃത്തികൾ അത് ഈ പറഞ്ഞ പോലെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ വരെയും, അതല്ലാതെ ഈ പറഞ്ഞ ഹസ്ബൻഡ് റിലേഷൻ ആണെങ്കിൽ പോലും അത് ഒരു സെക്ഷൽ എന്താ പറയുക നിയമപരമായ കുറ്റകൃത്യമായിട്ട് അത് മാറുകയും ചെയ്യുന്നത്. എനിക്കും സാറിനും അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന കുറച്ച് ആളുകൾക്കെങ്കിലും ആ ഒരു കൺസെന്റ് എന്താണെന്ന് മനസ്സിലാവും. പക്ഷെ ആ കൺസെന്റ് ഇന്നും ഒരു കോമാളി പരുവത്തിൽ തന്നെയാണ് ആളുകൾ കാണുന്നത്. എല്ലാത്തിനും സമ്മതം മേടിച്ചുകൊണ്ട്, മുടി മുതൽ കാൽപാദം വരെ സമ്മതം മേടിച്ചുകൊണ്ട് വേണോ ചെയ്യാനുള്ളതാണ് ആളുകൾ ജോക്കായിട്ട് തന്നെ പറയുന്നത്. ഇനി ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സാറിൻ്റെ ക്ലിനിക്കിൽ എങ്ങനെയുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ? ഇപ്പം സാറിനൊരു അസസ്മെൻ്റ് ഉണ്ടാവുമല്ലോ, എനിക്ക് ഇപ്പോൾ ചികിത്സയിൽ 50% മേളിലും എങ്ങനെയുള്ള ആളുകളാണ് കൂടുതൽ വരുന്നത്? ഇപ്പോൾ ഈ പറഞ്ഞ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഫീമെയിൽ സെക്ഷൽ ഡിസ്ഫങ്ഷനാണ്. അതായത് വെജനസ്മസ് ആണ് ഈ സങ്കോചവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അത് ആണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുകയും, ഇപ്പോൾ കാരണം പിന്നെ പുരുഷന്മാരുടെ സമയത്തോളം ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, പ്രിമച്വർ എജാക്കുലേഷൻ, ഇങ്ങനെയുള്ള ഈ പറഞ്ഞ ഈ 3 കാരണങ്ങളും ആണ് കൂടുതലായിട്ട് വരുന്നത്. ഇപ്പം കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്പെഷ്യലൈസേഷനും അല്ലെങ്കിൽ എൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റും ഈ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പം അതല്ലാതെ ബാക്കിയുള്ള ഈ പറഞ്ഞ പോലെ മറ്റ് പ്രശ്നങ്ങൾ, ലൈംഗിക താല്പര്യമില്ലായ്മ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ലൈംഗിക സുഖം ലഭിക്കാതിരിക്കുക, സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും അതിൻ്റെ കൂടൊപ്പം തന്നെ ഉണ്ടാകുന്നുണ്ട്. സോ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, കാരണം സ്ത്രീകളുടെ ലൈംഗിക പ്രശ്നങ്ങൾ വളരെ കുറച്ച് മാത്രമേ അഡ്രസ്സ് ചെയ്യപ്പെടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഒരു മെജോറിറ്റി സ്ഥലങ്ങളിലും ഒരു പുരുഷൻ്റെ ലൈംഗിക പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, സ്ത്രീ സ്വയം തിരിച്ചറിയുന്നില്ല, ഇതൊരു അത്യാവശ്യം അല്ലെങ്കിൽ ആവശ്യമാണ് ഈ പറഞ്ഞാൽ എന്ന് ഇത് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു മനസ്സിലാക്കിയാൽ തന്നെ അത് ചികിത്സയ്ക്ക് പോകാൻ അല്ലെങ്കിൽ ചികിത്സയിലേക്ക് പോകാനായിട്ടുള്ള താല്പര്യം പലപ്പോഴും പ്രകടിപ്പിക്കാറില്ല. പിന്നെ താല്പര്യം പ്രകടിപ്പിച്ചാലും തന്നെ പലപ്പോഴും ഇപ്പോഴുള്ള പുതിയ ജനറേഷൻ ഗൈനക്കോളജിസ്റ്റ് അല്ലാതെ മറ്റ് ഈ പറഞ്ഞ ചില ഗൈനക്കോളജിസ്റ്റുകളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞ ലൈംഗിക സുഖത്തിന് വലിയൊരു പ്രാധാന്യം കൊടുക്കാറില്ല. ഇപ്പം അതിനുള്ള ചികിത്സ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചോ ഒന്നും ഈ പറഞ്ഞു കൊടുക്കാറില്ല. അപ്പോൾ ഇതെല്ലാം കാരണം തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ലൈംഗിക ജീവിതം ഈ പറഞ്ഞ സന്തോഷകരമായിട്ട് അല്ലെങ്കിൽ കംഫർട്ടബിളായിട്ട് ലീഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എന്നോട് ആദ്യമേ പറഞ്ഞ സെക്സ് എഡ്യൂക്കേഷൻ, എനിക്ക് തോന്നുന്നു ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ മുതൽ അവൻ്റെ ജെൻഡറും
അവൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൽ ഉൾക്കൊള്ളേണ്ട ജെൻഡേഴ്സിനെയും ഒക്കെ പരിചയപ്പെടുത്തി അല്ലെങ്കിൽ അത് ഫെമിലിയർ ആക്കിക്കൊണ്ട് അവനെ വളർത്തുകയാണ് സെക്സ് എഡ്യൂക്കേഷൻ ഫസ്റ്റ്. എങ്കിൽ പിന്നെ ഇങ്ങോട്ടൊരു നെക്സ്റ്റ് ജനറേഷൻ, അങ്ങനെ വളരുന്ന ഒരു ജനറേഷൻ പിന്നീട് ഈ പ്രശ്നങ്ങളെയൊക്കെ ധൈര്യപൂർവ്വം നേരിടുകയും അല്ലേ, അതൊക്കെ ഒരു പ്രത്യേക തലത്തിൽ കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഏതായാലും സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. താങ്ക് യു.